നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തന്നെ ക്ഷണിച്ചിട്ടില്ലെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഉറപ്പായും പോകുമായിരുന്നു എന്നാണ് തരൂർ പറയുന്നത്. അപ്പോൾ മറ്റെംപിമാരെല്ലാം ക്ഷണിച്ചിട്ടാണോ പോയത് എന്ന മറു ചോദ്യമാണ് നേതൃത്വം ചോദിക്കുന്നത്. നേതൃത്വത്തോട് പലപ്പോഴും ക്ഷണിക്കേണ്ടതുണ്ടോ ജനപ്രതിനിധികളെ എന്നുള്ളതും അങ്ങനെ നേതൃത്വത്തോട് പലപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അക്കാര്യം കൂടി തുറന്നു പറയുകയാണ് ഈ പോളിംഗ് ദിനത്തിൽ ശശി തരൂർ. ആ പ്രതികരണം നമുക്ക് കേൾക്കാം. നോക്കൂ, ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ കോൺഗ്രസിന്റെ ഒരു അംഗമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് എന്നെ കുറിച്ചുള്ള എന്താണ് വിചാരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി തന്നെ പറയട്ടെ, എന്നോട് ചോദിക്കാൻ ആവശ്യമില്ല. ഞാൻ ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നു. അല്ല, നിലമ്പൂരിൽ ഞാൻ പറയട്ടെ, എന്നെ അഥവാ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് പോയിട്ടുണ്ടാവും. ഞാൻ മനസ്സിലാക്കി എൻ്റെ വലിയ ആവശ്യമില്ല അവിടെ. എന്നെ അത് ആവശ്യപ്പെട്ടില്ല. ആ ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹം ജയിക്കട്ടെ. TS ഹരികൃഷ്ണ വിവരങ്ങളുമായുണ്ട്. ഹരി, നിലമ്പൂർ പ്രചാരണം നടക്കുന്ന കാലയളവിൽ തന്നെ വിദേശ പര്യടനത്തിൽ ഉൾപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യയുടെ നയം വിശദീകരിക്കുന്ന സംഘത്തിൽ തരൂർ പോയ സമയത്തെ ഈ വിവാദം ഉടലെടുത്തതാണ്. മാത്രമല്ല ആ സന്ദർശനത്തിൽ തന്നെ സ്വരച്ചേർച്ചയില്ലായ്മ വ്യക്തമായതുമാണ്. ആ സമയത്ത് തന്നെ എന്തുകൊണ്ട് തരൂർ നിലമ്പൂരിലേക്കില്ല എന്നുള്ള ചോദ്യവും അവിടെ തരൂരിനെ ക്ഷണിച്ചില്ല എന്ന തരത്തിലുള്ള തരത്തിൽ തരൂർ ക്യാമ്പിൽ നിന്ന് ആ വിവരങ്ങൾ അറിയുകയും പക്ഷെ അങ്ങനെയല്ല, ഒരാളെയും ജനപ്രതിനിധികളെ അങ്ങനെ ക്ഷണിച്ചിട്ടല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്താണ് കോൺഗ്രസ്. ഇപ്പോൾ തരൂർ തുറന്നു പറയുന്നതിലൂടെ, അതും ഈ പോളിംഗ് ദിനത്തിൽ തുറന്നു പറയുന്നതിലൂടെ തരൂർ എന്താണ് ഉദ്ദേശിക്കുന്നത്? അഭിപ്രായ വ്യത്യാസം നേതൃത്വത്തോടുണ്ട് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുമായും സൗഹൃദപരമായാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി ശശി തരൂർ പറഞ്ഞു വയ്ക്കുന്നു. ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എന്തുകൊണ്ട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയില്ല എന്നുള്ളത് മണ്ഡലത്തിൽ ചർച്ചയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ ഈ സമയത്തൊക്കെ വിദേശത്തായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തുകയും ചെയ്തത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല, ആരും തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. മാത്രമല്ല, ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ പ്രചരണ പരിപാടികൾ ഉണ്ടാവും. ആ പരിപാടി സംഘടിപ്പിക്കാൻ ആളുകൾ ഉണ്ടാവും. ആ സംഘാടകർ ഒരു പരിപാടി നിശ്ചയിച്ച് അതിൽ ആരൊക്കെ പങ്കെടുക്കണം, ആരൊക്കെ അവിടെ സംസാരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സംഘാടകർ തീരുമാനിച്ച് അത് അറിയിക്കുകയാണ് പതിവ്. പക്ഷെ അങ്ങനെ ഒരു അറിയിപ്പ് ഒരു മെസ്സേജ് ആയിട്ടോ ഒരു മിസ് കോൾ ആയിട്ടോ അല്ലെങ്കിൽ ആരും അല്ലാതെ അറിയിക്കുകയോ ഒന്നും തന്നെ തന്നോട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് താൻ അവിടെ എത്താത്തത്. ഇനി ഒരു പക്ഷേ തന്നെ അറിയിച്ചിരുന്നുവെങ്കിൽ, തന്നെ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരുന്നുവെങ്കിൽ താൻ വിദേശത്താണെങ്കിലും അത് മാറ്റിവെച്ച് താൻ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനായി താൻ എത്തുമെന്നാണ് ശശി തരൂർ പറയുന്നത്. എന്തായാലും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ശശി തരൂർ ആഗോള പൗരനാണ്. പക്ഷേ കോൺഗ്രസിന്റെ നേതാവും തിരുവനന്തപുരത്തെ MP-യുമാണല്ലോ. ഇപ്പോൾ ബാക്കിയുള്ള MP-മാരെ എല്ലാം കത്തയച്ച് നിങ്ങൾ ഇവിടെ എത്തണം എന്ന് പറഞ്ഞാണോ അതിന്റെ ഈ ചുമതലയുള്ള മറ്റ് നേതാക്കൾ അങ്ങനെയാണോ ക്ഷണിക്കുക ഓരോ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന്? തരൂർ അവൈലബിൾ ആണ് എന്ന് കണ്ടാൽ മാത്രമല്ലേ തരൂരിനെ കൂടി ഉൾപ്പെടുത്തുകയുള്ളൂ. ഒഴിവാക്കൽ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ തരൂരിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, തരൂരിന്റെ വിശദീകരണത്തിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ശശി തരൂരിനെ ഈ പരിപാടികളിലൊന്നും പങ്കെടുപ്പിക്കേണ്ട. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പരിപാടികളിൽ, യോഗങ്ങളിൽ, റോഡ് ഷോയിൽ തരൂരിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല. അങ്ങനെ തീരുമാനമെടുത്തിരുന്നോ? ഒഴിവാക്കലാണോ അതോ ഒഴിഞ്ഞു മാറലാണോ എന്നുള്ളത് ഇപ്പോഴും സംശയം തന്നെയാണ്. ഒഴിവാക്കലാണെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടത് നേതൃത്വമാണ്. ഒഴിവായതാണെങ്കിൽ അതിന് ശശി തരൂരും. പക്ഷേ താൻ ഒഴിവായതല്ല എന്ന് ശശി തരൂർ ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് സ്വാഭാവികമായിട്ടും ഞാനൊരു MP-യാണ്, ഞാൻ കോൺഗ്രസിന്റെ അംഗമാണ്, കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ്, എന്നെ പ്രത്യേകിച്ച് ക്ഷണിക്കണമെന്നൊന്നുമില്ല. പക്ഷേ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇന്ന പരിപാടിയിൽ ഞാൻ വന്ന് പങ്കെടുക്കണം, സംസാരിക്കണം എന്നറിയിക്കേണ്ടത് സംഘാടകരാണല്ലോ. അങ്ങനെ ഒരു അറിയിപ്പ് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിന്റെ RSS-മായി സഹകരിച്ചിട്ടുണ്ട്. 1977 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വലിയ രാഷ്ട്രീയ ചർച്ചയായി നിലമ്പൂരിൽ കോൺഗ്രസിന് ലഭിച്ച വലിയൊരു പ്രധാനപ്പെട്ട ആയുധമായി മാറുകയായിരുന്നു ഇന്നലെ MP ഗോവിന്ദന്റെ പ്രസ്താവന. നമ്മുടെ അഭിമുഖത്തിൽ അഭിലാഷ് മോഹനുമായി സംസാരിക്കുമ്പോഴാണ് MP ഗോവിന്ദൻ അക്കാര്യം വ്യക്തമാക്കുകയും പിന്നീട് വിശദീകരിച്ച് വാർത്താ സമ്മേളനം നടത്തുകയും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ആയുധം അത് ചർച്ചയാകുന്നതിനിടയിൽ ഇന്നിപ്പോൾ ഈ നേതൃത്വത്തോട് പിണങ്ങിയ തന്റെ പ്രതികരണത്തിനൊപ്പം ഇത്തരം പൊളിറ്റിക്കൽ വിഷയങ്ങൾ, ഇപ്പോൾ ഞാൻ പറയുന്നത് MP ഗോവിന്ദന്റെ പ്രതികരണത്തെ കുറിച്ച് മാത്രമല്ല, അങ്ങനെ അത്തരം പൊളിറ്റിക്കൽ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ഈ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം, ഈ അഭിപ്രായ ഭിന്നതകളും അസ്വസ്ഥതകളും ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് ചിലർ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പോലും ചിലർ പറയുന്നുണ്ട് ശശി തരൂർ BJP-യിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള ഹരിയിലേക്ക് മടങ്ങി വരാം. ശശികുമാർ, അതായത് ഇവിടെ നേരത്തെ ഹരി പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രയോഗം തന്നെ ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. തരൂരിനെ ഒഴിവാക്കിയതാണോ അതോ തരൂർ ഒഴിവാകാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ തരത്തിലുള്ള ന്യായീകരണവും അല്ലെങ്കിൽ പ്രതികരണവും ഒക്കെ പരസ്യമായിട്ട് നടത്തുന്നത്? അല്ല, ശശി തരൂരിന്റെ കാര്യത്തെക്കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം വിദേശത്തു നിന്ന് മടങ്ങി വന്നതിന് ശേഷം അദ്ദേഹം കോൺഗ്രസ് ബന്ധപ്പെട്ടിരുന്നോന്ന് അറിയില്ല.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കാര്യത്തിൽ ശശി തരൂരിനെ ആരും അറിയിക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ അദ്ദേഹം കേരളത്തിലെ നേതാക്കളെ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും അവിടെ റോളുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കോൺഗ്രസ് നേതാക്കൾക്ക്, KPCC നേതാക്കൾക്ക് അദ്ദേഹത്തെയും കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി ഇന്നതാണ് എന്ന് പറയുന്നതിന് വിരോധമില്ല. ഇതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ VD സതീശനോ KPCC പ്രസിഡന്റോ പ്രതികരിക്കണം. പക്ഷേ ശശി തരൂര് കുറച്ചു കാലമായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണ്, അദ്ദേഹം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമായിട്ട് കുറച്ച് അടഞ്ഞു നിൽക്കുകയാണ്. പാർട്ടി പറയുന്നതിനേക്കാൾ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത വേറെ ചില നേതാക്കളോടും ചില സംവിധാനങ്ങളുമാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ശശി തരൂര് ഇന്ന് എന്ത് പറഞ്ഞാലും നമുക്കത് ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചെടുക്കാം. പക്ഷെ ഇത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ വലിയ കുഴപ്പമൊന്നും ഞാൻ കണ്ടില്ല. എന്നാൽ പോലും താൻ അസ്വസ്ഥനാണ് എന്നൊരു സൂചന നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അത് ഈ പോളിംഗ് ദിവസം വന്ന് പറയണമായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗത്തിന് അത് എത്രത്തോളം യോജിച്ചതാണ് എന്നുള്ളതൊക്കെ ഓരോ കോൺഗ്രസ്സുകാരനും വിലയിരുത്തിക്കോളും. ശശി തരൂർ എന്ന് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം, ഞാൻ അവിടെ പോയില്ലെങ്കിലും അവിടുത്തെ എന്റെ മണ്ഡലത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ അവിടെ പോവുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതിൽ നിന്നും എന്റെ അടുത്ത സുഹൃത്തായ ആര്യയുടെ ഷൗക്കത്തിന് നല്ല ഭൂരിപക്ഷം കിട്ടും ഞാൻ കണക്കാക്കുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ക്ഷണിച്ചില്ല എന്നൊരു ധ്വനി അതിൽ ഉണ്ടായിരുന്നുള്ള സത്യമാണ്. അത് പറയുന്ന നേതൃത്വത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. തന്നെ ക്ഷണിച്ചില്ല എന്നൊക്കെ, ആര്യടൻ ഷൗക്കത്ത് വിജയിക്കണമെന്നൊക്കെ അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളാണല്ലോ ശ്രദ്ധിക്കപ്പെടുകയും അതിലാണല്ലോ ചർച്ച ഉണ്ടാവുകയും ചെയ്യുക. അത് ഈ പോളിംഗ് ദിനത്തിൽ ശശി തരൂരിനെ പോലെ ഒരാൾ പറയുന്നിടത്താണ് പ്രശ്നം. അല്ല, അദ്ദേഹം പറഞ്ഞത് നേതൃത്വമായിട്ടൊന്നല്ല, ചില നേതാക്കളുമായിട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേതൃത്വം എന്ന് പറയുമ്പോൾ ഒറ്റയാണല്ലോ. ഇത് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ചില നേതാക്കളുമായിട്ടൊക്കെ അതൊക്കെ പുതുമയുള്ള കാര്യമല്ലല്ലോ. കാരണം അദ്ദേഹത്തിന് ഭിന്നിപ്പുള്ളത് എല്ലാ കാര്യങ്ങളല്ലേ. രാഹുൽ ഗാന്ധി ആയിട്ടും വേണുഗോപാലായിട്ടും ഒക്കെ അദ്ദേഹത്തിന് ഭിന്നിപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാര് പഴയ കാലത്ത് കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ബഹുമാനിക്കാന്ന് വെച്ചാൽ പാർട്ടി നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് നൽകിയ വലിയൊരു അംഗീകാരം ഇന്ന് അതേപോലെ ഒരു ചെറിയ വൈമനസ്യം കോൺഗ്രസ്സുകാർക്കുണ്ട്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം വന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഒരു നിലപാടുകളാവില്ല ചില. അദ്ദേഹം ഇവിടെ നിലമ്പൂരിൽ വന്നിട്ട് നരേന്ദ്രമോദി എന്റെ വിദേശത്തേക്ക് പറഞ്ഞു വെച്ചു, മോദിയുടെ വിദേശം വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇനിയും നാട്ടിലത്തെ മാധ്യമങ്ങൾ എന്തായിരിക്കും അതിന്റെ വിശേഷണങ്ങൾ കൊടുക്കുക? എന്തിനാണ് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത്? അപ്പൊ അദ്ദേഹത്തിനും കുഴപ്പമില്ല, കോൺഗ്രസിനും കുഴപ്പമില്ല. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനവിടെ പോയില്ലായിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല, അവിടെ നല്ല വർക്ക് നടന്നിട്ടുണ്ടെന്ന്. ഇനിയും ഈ കാര്യത്തില് ശശി തരൂരിന്റെ നിലപാടുകൾ അദ്ദേഹം നേതൃത്വത്തെ ധരിപ്പിക്കാം. നേതൃത്വത്തിന് അദ്ദേഹം ഇപ്പോൾ ചില പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂരിന്റെ പേരുണ്ട്. തരൂരിന്റെ വാദം തെറ്റാണ്. കോൺഗ്രസിന്റെ താരപ്രചാരക പട്ടികയിൽ ശശി തരൂരിന്റെ പേരുണ്ട്. പിന്നെ തരൂരിന് എന്താണ് പ്രശ്നം? പട്ടിക വരികയാണ്. നമ്മൾ നേരത്തെ രണ്ട് സംശയങ്ങൾ ചോദിച്ചല്ലോ. ഒന്ന്, തരൂരിനെ ഒഴിവാക്കുകയാണോ അതോ തരൂർ സ്വയം ഒഴിഞ്ഞിൽക്കുകയാണോ? തരൂർ മറ്റെന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇപ്പോൾ തരൂർ പ്രധാനപ്പെട്ട നേതാവാണ്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ പുറത്തേക്ക് അയച്ച സംഘത്തിൽ പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്ന ആളാണ്. ആ വിഷയത്തിൽ തന്നെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ കോൺഗ്രസ് പുറത്തുവിടുകയാണ്, കോൺഗ്രസിന്റെ പട്ടികയിൽ ഉണ്ട് തരൂരിന്റെ പേര്. അതും താരപ്രചാരകരുടെ പേരാണ്. എന്താണ് തരൂർ അറിയാതെ പോകുന്നത്? തരൂർ മാത്രമായി, ഒരു MP മാത്രമായി അറിയാതെ പോകുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാകുന്നേ ഇല്ല പൊതുസമൂഹത്തിന്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഉത്തരം നൽകേണ്ടത് KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവാണെന്ന് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ. അപ്പൊ ഈ താരപ്രചാരകരുടെ പട്ടികയിൽ ശശി തരൂർ ഉൾപ്പെടുക എന്നുള്ളത് അത് കോൺഗ്രസിന്റെ ഒരു കീഴ്വഴക്കമാണ്. വർക്കിംഗ് കമ്മിറ്റി ആണെങ്കിലും മുൻ KPCC പ്രസിഡന്റുമാർ, അതായത് പ്രചരണത്തിന് പോകാവുന്ന ക്ഷമിക്കുക. ഇപ്പോൾ TS ഹരീഷ് തിരുവനന്തപുരത്ത് പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ലെറ്റർ പേഡിലുള്ള വിവരങ്ങളാണ്. മുകുൾ വാസ്നിക് MP ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ലെറ്റർ പേഡിലുള്ള വിവരങ്ങളാണ്. അതിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഓഫ് ഇന്റർനാഷണൽ കോൺഗ്രസ് കേരള എന്നതിൽ അതിലേക്കാണ് വരുന്നത്. ക്യാമ്പയിനേഴ്സിന്റെ പട്ടിക ഒന്ന് പ്രേക്ഷകരുടെ കൂടി അറിവിലേക്കായി വായിക്കാം. KC വേണുഗോപാൽ ഒന്നാമത്തെ പേര്, ശ്രീ KC വേണുഗോപാൽ. 2 പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി കേരളത്തിന്റെ ചുമതലയുള്ള ACC സെക്രട്ടറി. 4ാമത്തേത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. 4ാമത്തെ പേരാണ്. എന്നെ 4ാമതാക്കിയല്ലോ എന്നൊന്നും അങ്ങനെ പരിഭവമല്ല. അദ്ദേഹം KPCC അധ്യക്ഷനാണ്. ചെന്നിത്തല, 7ാമത് സുധാകരൻ, 8ാമതാണ്. അതായത് ഈ പേരുകൾക്ക് തൊട്ടു പിന്നാലെ അടുത്ത പേര് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കൾ, അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ കോൺഗ്രസിനെ നയിക്കേണ്ട നേതാക്കൾ എന്ന തരത്തിലാണല്ലോ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ. 8ാമത്തെ പേരായിട്ടാണ് ശശി തരൂരിന്റെ പേര് ഈ താരപ്രചാരകരുടെ പട്ടികയിൽ, പ്രധാന നേതാക്കളുടെ പട്ടികയിൽ. തൊട്ടുപിന്നിൽ വളരെ സീനിയറായ MP കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് 9ാമതായാണ്. 10ാമതായി മുൻ KPCC അധ്യക്ഷൻ KM മുരളീധരന്റെ പേര് 10ാമതായാണ് ആ പട്ടികയിലുള്ളത്.
തലമുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ KPCC അധ്യക്ഷനായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് 11ാമതായാണ്. BM സുധീരന്റെ പേര് 12ാമതായതാണ്. മുൻ KPCC അധ്യക്ഷൻ 14ാമതാണ്. മുൻ KPCC അധ്യക്ഷൻ ആയിട്ടുള്ള MM ഹസന്റെ പേര് 13ാമതായാണ്. UDF കൺവീനറുടെ പേര്, അതാണ് അക്ഷയ് പറഞ്ഞത്, 14ാമതായാണ്. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഈ പട്ടികയിൽ ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ എവിടെയാണ് ശശി തരൂരിനെ ഒഴിവാക്കി? നേതൃത്വമായി ഭിന്നതയുണ്ട് എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന അത് പല ഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ശശി തരൂരിന്റെ പേര് ഒഴിവാക്കി എന്ന നിലയിലെ ചർച്ചകൾ അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ക്യാമ്പയിൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന പുതിയ വിവരങ്ങളിലുള്ളത്. അങ്ങനെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ പട്ടികയിൽ ഏറ്റവും ഒടുവിൽ 40 പേരുണ്ട്. 40ാമത്തെ പേരുകാരായി അലോഷ്യസ് സേവ്യർ, KSU സംസ്ഥാന പ്രസിഡന്റ്. ഈ പട്ടിക പുറത്തിറക്കിയിരിക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. ജൂൺ 2-ാം തീയതി പുറത്തിറക്കിയിരിക്കുന്ന പട്ടികയാണ് നമ്മൾ ഈ കണ്ടത്. ആ പട്ടികയിലാണ് മുകുൾ വാസ്നിക് ഇറക്കിയിരിക്കുന്ന പട്ടികയിലാണ് 8ാമതായി ശശി തരൂരിന്റെ പേര് ഇടം പിടിച്ചിരിക്കുന്നത്. TS ഹരികൃഷ്ണ തുടരുന്നുണ്ട്. ഹരി, അതാണ് എത്രമാത്രം പ്രാധാന്യം, എത്രമാത്രം ശശി തരൂർ എന്നുള്ള വ്യക്തിക്ക്, നേതാവിന്, കോൺഗ്രസ് നേതാവിന് എത്രമാത്രം പ്രാധാന്യം കോൺഗ്രസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഈ പേരിൽ, ഈ പട്ടികയിൽ എത്രാമതാണ് ശശി തരൂരിന്റെ പേര് പിടിച്ചിരിക്കുന്നതിലൂടെ വ്യക്തമാവുകയാണ്. പിന്നെന്താണ് തരൂർ പറയുന്നത്? അതെ, കോൺഗ്രസ് പാർട്ടിയിൽ ശശി തരൂരിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ പട്ടിക കാണുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും. അതിൽ തന്നെ അതിന്റെ ഹെഡറായിട്ട് സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫോർ കേരള എന്നുള്ള ഹെഡറോട് കൂടിയാണ് ആ 40 അംഗ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ KC വേണുഗോപാൽ തൊട്ട് അലോഷ്യസ് സേവ്യർ വരെയുള്ള 40 പേരാണ്. അതിൽ 8ാമത്തെ പേരാണ് ശശി തരൂരിൻ്റേത്. ഇപ്പോൾ ശശി തരൂർ ഇത് അറിഞ്ഞിട്ടില്ല, തന്നെ ക്ഷണിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ വാദം തെറ്റ് എന്ന് ഈ പട്ടിക കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പക്ഷേ അദ്ദേഹത്തെ ഇങ്ങനൊരു ഒഫീഷ്യലായി, ഇത്രയും ഒഫീഷ്യലായിട്ടൊരു പട്ടിക തയ്യാറാക്കി എടുക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ പോലുള്ള ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് അറിഞ്ഞിട്ടുണ്ടാകണം എന്ന് വേണം മനസ്സിലാക്കാൻ. മാത്രമല്ല അദ്ദേഹം ഇനി ഈ ഒരു പട്ടിക പുറത്തു വന്നതിന് ശേഷം അദ്ദേഹം ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് കൂടി അറിയേണ്ടത്. കാരണം ഈ സമയത്തൊക്കെ താൻ വിദേശത്തായിരുന്നു എന്ന് അദ്ദേഹം സ്വാഭാവികമായും പറയാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ആരും തന്നെ വിളിച്ചറിയിച്ചിരുന്നൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും താൻ അറിയാത്തത്. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിൽ പ്രതീക്ഷിക്കാം. ശശി തരൂർ ഉന്നത പദവിയിൽ ഇരുന്ന ആളാണ്. അദ്ദേഹവുമായുള്ള കമ്മ്യൂണിക്കേഷൻ ടെലിഫോണിൽ വിളിച്ചറിയിക്കലായിരിക്കുമല്ലോ. ഇതിനൊക്കെ ഒരു ഓഫീസ് സിസ്റ്റം ഉണ്ടാകില്ലേ? ഇപ്പോൾ ഒരു KPCC എക്സിക്യൂട്ടീവ് യോഗം നടക്കുകയാണ്, അല്ലെങ്കിൽ പ്രവർത്തക സമിതി യോഗം നടക്കുകയാണ്. അങ്ങനെയുള്ളപ്പോൾ എല്ലാവരെയും ടെലിഫോണിൽ വിളിച്ചറിയിക്കലല്ലോ. അതിനും അപ്പുറത്ത് ഇമെയിൽ അയക്കും, ആ ഓഫീസിനെ അറിയിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ KPCC നേതൃത്വം ഈ പട്ടിക പുറത്തു വിട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈ സ്റ്റാർ ക്യാമ്പയിനേഴ്സിനെ തീരുമാനിച്ചതെന്നും തരൂരിന് എത്രത്തോളം പരിഗണന നൽകി എന്നതുമാണ് അവർ വിശദീകരിക്കുന്നത്. സ്വാഭാവികമായും ഒരു വളരെ പ്രധാനമുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ ക്യാമ്പയിന്റെ ഭാഗമായി എത്തുന്നവർ ആരൊക്കെ എന്ന് പാർട്ടി തീരുമാനിക്കും. അങ്ങനെയാണ് ഈ 40 പേരെ പാർട്ടി തീരുമാനിക്കുകയും ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ ചുമതല നൽകുകയും ചെയ്തു. ഈ 40 പേരിൽ ഭൂരിഭാഗം പേരെയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ശശി തരൂരിനെ കണ്ടിരുന്നില്ല, അദ്ദേഹം വന്നിരുന്നില്ല. അതിന് പിന്നാലെയാണ് അത് ചർച്ചയാവുകയും ചെയ്തത്. പക്ഷേ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരും വരുമ്പോൾ ഓരോ പരിപാടിയിൽ പങ്കെടുത്ത് ആ മണ്ഡലത്തിൽ സജീവമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് UDFുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ പ്രചരണങ്ങളിൽ പങ്കെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി നിശ്ചയിക്കാറുണ്ട്. അത് അവിടുത്തെ ഓരോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്തുകളുണ്ട്, ആ കമ്മിറ്റികളൊക്കെ തന്നെയാണ് അത് തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ശശി തരൂർ തന്നെ ക്ഷണിക്കാത്ത ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഇതിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒഴിവാക്കി എന്നുള്ള ഒരു സ്വരത്തിലാണ് ശശി തരൂർ ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. കോൺഗ്രസിൽ ശശി തരൂർ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അദ്ദേഹം എത്രത്തോളം പ്രാധാന്യം അദ്ദേഹത്തിന് നൽകുന്നു എന്ന് ഈ പട്ടിക കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ഹരി, ഇനി തരൂരിന് പറയാനാവുക ഈ പട്ടിക ഞാൻ അറിഞ്ഞേയില്ല എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ തരൂരിന് ഇനി പറയാനാകുന്ന ഒരേ ഒരു കാര്യം. ഇങ്ങനെ ഒരു പട്ടിക ഞാൻ അറിഞ്ഞില്ല, എനിക്ക് ഇങ്ങനെ ഒരു മെയിലും വന്നില്ല, എന്നെ ആരും ഇക്കാര്യം അറിയിച്ചില്ല എന്നുള്ളത് മാത്രമായിരിക്കാം തരൂരിന് മുൻപിൽ നിരത്താനാവുന്ന ഒരു ന്യായീകരണം. പക്ഷേ കോൺഗ്രസ് നേതൃത്വം അത് സമ്മതിക്കാൻ ഒരു സാധ്യതയുമില്ല. ഇങ്ങനെ ഒരു പട്ടിക ശ്രീ ജ്യോതികുമാർ ചാമക്കാല പട്ടിക പരിശോധിക്കുക. KPCC തയ്യാറാക്കിയ പട്ടിക ഇപ്പോൾ ആഭ്യന്തരമായി നിങ്ങൾ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ പട്ടിക തയ്യാറാക്കുമ്പോൾ ആ പട്ടിക അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ സാധാരണ നിലയിൽ വിശദീകരിക്കാമല്ലോ. പക്ഷേ ഇത് KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി, ദീപാദാസ് മുൻഷി, സണ്ണി ജോസഫ്, VD സതീശൻ, രമേശ് ചെന്നിത്തല, K സുധാകരൻ, ശശി തരൂർ, പിന്നീടാണ് കൊടിക്കുന്നിൽ സുരേഷ്, K മുരളീധരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, BM സുധീരൻ, MM ഹസൻ, അടൂർ പ്രകാശ്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പേര് അതിന് പിന്നാലെയും, മുൻ KPCC അധ്യക്ഷന്മാരുടെ പേര് അതിന് പിന്നാലെയും അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട്. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കൂടി ശശി തരൂരിന് എന്നത് വ്യക്തമാകുന്നുണ്ട്. തരൂരിന്റെ ഭാഗത്തുള്ള പ്രതികരണത്തെ എങ്ങനെയാണ് പാർട്ടി നേതൃത്വം കാണുന്നത്? അദ്ദേഹം ഒരു കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന
കുറിച്ച് പ്രതികരിക്കാൻ ഞാൻ ആളല്ല. എങ്കിലും അദ്ദേഹത്തെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ലിസ്റ്റ് CEO ചീഫ് ഇലക്ടറൽ ഓഫീസർ കേരളയുടെ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. കൃത്യമായി 40 പേരുടെ പേര് കൊടുത്തിരുന്നു. ആ പേരിൽ അദ്ദേഹത്തിന്റെ പേരും ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായി എല്ലാ നേതാക്കന്മാരും ഇങ്ങോട്ട് അല്ലെങ്കിൽ ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലത്തിലെ ചുമതലയുള്ളവരെ ബന്ധപ്പെട്ട് സാധാരണ എന്നാണ് ഓരോരുത്തരും എത്തുന്നത് എന്ന് അറിയിക്കാറാണ് പതിവ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു മുഴുവൻ നേതാക്കന്മാരും ആ മണ്ഡലത്തിൽ സജീവമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രത്യേകിച്ച് മറ്റു മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പില്ലാതിരിക്കുകയും ഒരു മണ്ഡലത്തിൽ മാത്രം തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുമ്പോൾ എല്ലാ നേതാക്കന്മാരും അവരുടെ സൗകര്യമനുസരിച്ച് ആ തെരഞ്ഞെടുപ്പിന്റെ ചുമതല കൊടുത്തിട്ടുള്ള വലിയ നേതാവ് ആരായാലും അദ്ദേഹത്തെ വിളിച്ചറിയിക്കുകയും അതനുസരിച്ച് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുകയുമാണ് പതിവ്. ഇവിടെ അതിന് വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള അഭിപ്രായം വന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ അദ്ദേഹവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കളുമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ടത്. പക്ഷേ ഈ തരത്തിൽ അതായത് ഈ താരപ്രചാരകരായിട്ടുള്ള നേതാക്കളെ വിളിച്ച് അവരെ ഇന്ന സമയത്താണ് നിങ്ങളുടെ പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന ഒരാളുണ്ടാവുമല്ലോ. ആ തരത്തിൽ ആരാണ് അവിടെ ചുമതല നിർവഹിച്ചത്? ഒരുപക്ഷെ തരൂര് ഈ ഉന്നയിക്കുന്ന ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതൃപ്തി അതിലൊരു മറുപടി നൽകേണ്ടതുണ്ടല്ലോ. അങ്ങനെയല്ല. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന മുതിർന്ന നേതാക്കൾ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വിളിച്ച് ഇത്രാം തീയതി താങ്കൾ എത്താറുണ്ടെന്നും തങ്ങളുടെ പരിപാടി അതനുസരിച്ച് പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യണമെന്നും അറിയിക്കാറാണ് പതിവ്. അതനുസരിച്ച് എല്ലാവർക്കും ഷെഡ്യൂൾ ചെയ്തിട്ടുമുണ്ട്. എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. ശ്രീ KC വേണുഗോപാൽ തുടങ്ങി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയിൽ തുടങ്ങി താഴോട്ട് മുതിർന്ന നേതാക്കന്മാർ എല്ലാവരും ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. അവരെല്ലാവരും പ്രിയങ്കജിയെ മാത്രം പ്രത്യേകമായി ക്ഷണിച്ച് അവരുടെ നിയോജകമണ്ഡലം എന്ന നിലയിൽ തന്നെയാണ് അവർ പങ്കെടുത്തിട്ടുള്ളത്. അവർ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് മണ്ഡലമാണ്. ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാർ അദ്ദേഹം 4 തവണ വന്നിട്ടുണ്ട് നിയോജകമണ്ഡലത്തിൽ. അതുപോലെ എല്ലാ നേതാക്കന്മാരും മുൻകൂട്ടി അവരുടെ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുകയും അത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ അറിയിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അവരുടെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് ഷെഡ്യൂൾ ചെയ്ത് തിരിച്ചറിയിക്കുകയുമാണ് പതിവ്. ഈ പോളിംഗ് ദിനത്തിൽ നിങ്ങളുടെ താരപ്രചാരകരായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു തുറന്നു പറച്ചിൽ നേതാക്കൾക്കെതിരെയൊക്കെ പറയുന്നതിൽ ഒരു അസ്വാഭാവികത കാണുന്നുണ്ടോ? അല്ല, അതൊന്നും ഇപ്പൊ പ്രതികരിക്കേണ്ട സമയമല്ല. ഇപ്പൊ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഞങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ പോളിംഗിലേക്കാണ്. പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരിക്കുന്നതാവും ഉചിതം. ശരി. ജ്യോതികുമാർ ചമകാല കോൺഗ്രസ് നേതാവാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറയുന്നത് ഈ നേതാക്കളെയൊക്കെയും അവിടേക്ക് നിലമ്പൂരിലുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുമായി ബന്ധപ്പെട്ട ആളുകൾ വിളിച്ച് സംസാരിച്ചാണ് അവരുടെയൊക്കെ ഡേറ്റും കാര്യങ്ങളും പറയുന്നത്. അതിൽ പ്രത്യേകമായി ക്ഷണിച്ച് പ്രിയങ്ക ഗാന്ധിയെ മാത്രമാണെന്നുള്ളതാണ് അദ്ദേഹം നൽകുന്ന ഒരു പ്രതികരണം. TS ഹരികൃഷ്ണ തുടർന്ന് ഹരി, കോൺഗ്രസ് നേതൃത്വം തരൂരിന്റെ പ്രസ്താവനയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹരി, കോൺഗ്രസ് നേതൃത്വം തരൂരിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. പ്രധാനപ്പെട്ട നേതാക്കൾ നേതൃതലത്തിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ടോ? അവരുമായി ടെലിഫോണിൽ സംസാരിക്കുമ്പോൾ തരൂരിനെ ഉൾപ്പെടുത്തി പട്ടിക പുറത്തുവിടുമ്പോൾ നേതൃത്വം അങ്ങനെ പുറത്തുവിടാൻ നിർബന്ധിതരാകുമ്പോൾ എന്തൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്? ഞാനിപ്പോൾ ഫോണിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലെ ചിലരുമായി സംസാരിച്ചു. അപ്പോൾ അവർ പറയുന്നത് ശശി തരൂർ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിഭാജ്യ ഘടകമാണ്. അദ്ദേഹത്തെ ഒരു കാരണവശാലും അവഗണിക്കില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ ലിസ്റ്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിൽ അതിൽ ഉൾപ്പെടുത്തിയത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പേരും വളരെ പ്രാധാന്യത്തോട് തന്നെയാണ് ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് 40 പേരടങ്ങുന്ന പട്ടികയിൽ 8ാമത്തെ പേരായി ശശി തരൂരിന്റെ പേര് ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആൾക്കാരുമായി സംവദിക്കുന്നതിന് വേണ്ടി എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് നേതൃത്വം ഒരേ സ്വരത്തിൽ പറയുന്നത് ശശി തരൂരിനെ അവഗണിക്കുന്നില്ല, അദ്ദേഹം പാർട്ടിയെ സംബന്ധിച്ച അവിഭാജ്യ ഘടകം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം വന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശശി തരൂർ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. ഇന്ന് രാവിലെ വഴുതക്കാട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഇനി ഉച്ചയ്ക്ക് ശേഷം 4:30 ഒരു പരിപാടിയിൽ കൂടി അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു പരിപാടിയിൽ വെച്ച് ശശി തരൂരിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം വരാൻ സാധ്യതയുണ്ട്. ശശി തരൂർ എവിടെയെന്നറിയാൻ അല്പം മുമ്പ് ഫോൺ ചെയ്തിരുന്നു. അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ ഇത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് ഫോണിലൂടെ ശശി തരൂരിനൊപ്പമുള്ളവർ പറയുന്നുണ്ട്. പക്ഷെ അത് ശശി തരൂർ തന്നെ കൃത്യമായി അറിയിക്കേണ്ടതുണ്ട്. അത് 4:30 ആ പരിപാടിയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ശശി തരൂരുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇത് ആദ്യഘട്ടത്തിലല്ല കോൺഗ്രസിൽ ഉണ്ടാകുന്നത്. തരൂരിന്റെ ഉദ്ദേശം എന്താണ് എന്ന പരസ്യമായ ചോദ്യം ഉൾപ്പെടെ പല നേതാക്കൾ, രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് നേരത്തെയും ഉണ്ടായിട്ടുള്ളതാണ്. തരൂർ ഉദ്ദേശിക്കുന്നത് എന്താണ്
എന്ന ചോദ്യത്തിന് മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ് ഉണ്ടാകേണ്ടത്. കോൺഗ്രസിനൊപ്പം തന്നെയാണ്, കോൺഗ്രസ്സുകാരനാണ് താൻ, കോൺഗ്രസിനൊപ്പം മുന്നോട്ട് പോകുന്നു എന്നാണ് തരൂരിന്റെ പ്രഖ്യാപിതമായ നിലപാട്. അതേസമയം പ്രധാനപ്പെട്ട ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് പ്രചാരണത്തിൽ പങ്കെടുത്തില്ല എന്ന ചോദ്യവും ഉണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. വളരെ നിസ്സാരമായി തന്നെ ഇത് വലിയ ഗൗരവമുള്ള വിഷയമല്ല എന്ന നിലയിലാണ് അക്ഷയ അങ്ങനെ ഒരു പ്രതികരണം KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ശശി തരൂർ പ്രചാരണത്തിന് എത്താത്തത് വിദേശത്തായതുകൊണ്ടെന്നുള്ളതാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത്. ആരെയും പ്രത്യേകം ക്ഷണിക്കേണ്ടെന്ന് ആവശ്യമില്ല. നമുക്കറിയാം തരൂര് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം രാജ്യത്തിന് വെളിയിലായിരുന്നു, കേരളത്തിന് വെളിയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നിലമ്പൂരിൽ എത്തിയില്ല. എന്താന്ന് വെച്ചാൽ ഒരു യാഥാർത്ഥ്യം, സത്യത്തിൽ ഈ ഇലക്ഷനിൽ ഒരു നേതാവിനെയും ക്ഷണിക്കാറില്ല. സാധാരണ ഈ ബൈ ഇലക്ഷനിൽ പ്രത്യേകിച്ച് ചുമതലകൾ കൊടുക്കാറില്ലേ? അതെന്താ വെച്ചാൽ അത് തരൂരിനെ പോലത്തെ സീനിയർ ലീഡേഴ്സിനും ഒരാൾക്കും വർക്കിംഗ് കമ്മിറ്റിയിൽ ഇപ്പൊ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക ചുമതലയില്ല, കൊടിക്കുന്നിൽ സുരേഷിന് പ്രത്യേക ചുമതലയില്ല, കെ സുധാകരന് പ്രത്യേക ചുമതലയില്ല. ചുമതല കൊടുക്കുന്നത് പഞ്ചായത്തിലെ ചുമതല കൊടുത്തത് അതിനേക്കാൾ KPCC ഭാരവാഹികൾക്കും MLA-മാർക്കും MP-മാർക്കുമാണ്. തരൂരും രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷും ഒക്കെ അതിനേക്കാൾ ഉയർന്ന വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ. അവർക്കെങ്ങനെ പ്രത്യേക ചാർജ് എവിടെയും കൊടുക്കാൻ അതിനുപരിയാണ്. വരുന്ന കൂടുതൽ നന്നായിരുന്നല്ലേ.